അഡീഷണലി ഒരു സംഗതി വരുന്നത് മമ്മൂക്ക ചെയ്യുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് അതിനകത്തൊരു പ്രത്യേക ഒരു എക്സൈറ്റ്മെന്റ് വരും. അപ്പോൾ അതിനനുസരിച്ച് അദ്ദേഹം ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു രീതിയിൽ എങ്ങനെയായിരിക്കും ചെയ്യാൻ സാധ്യത ഉള്ളത് എന്ന് മനസ്സിൽ കണ്ടിട്ടാണ് നമ്മളതിനകത്ത് പിന്നെ റീറൈറ്റ് പരിപാടികളൊക്കെ ചെയ്തത്. ഇങ്ങനെ ഇതൊരു കുറച്ച് റിയൽ ലൈഫ് ഇൻസിഡൻസിൽ നിന്നൊക്കെ ബേസ് ചെയ്തിട്ട് അതിൽ നിന്ന് ഹെവിലി ഇൻസ്പയർഡ് ആയിട്ടാണ് ഇത് എഴുതിയിരിക്കുന്നത്. ബേസിക്കലി ഇതൊരു ഫിക്ഷനാണ്, എന്നാൽ പോലും അങ്ങനെ ഒരു ഇൻസ്പിറേഷൻ ഉണ്ട്. അത് പാളിയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നിയത്. അതായത് നമുക്ക് ചെയ്യുമ്പോഴത്തേനും നമുക്ക് സ്വാഭാവികമായിട്ട് നമുക്ക് ചില പരിപാടികൾ വരുമല്ലോ, അതിനെ എന്തായാലും എൻഹാൻസ് ചെയ്യുന്ന രീതിയിലാണ് അത് ഫൈനൽ പ്രോസസ്സിങ്ങിൽ ഔട്ട്പുട്ടിലോട്ട് വന്നിട്ടുള്ളത്. ഇതെല്ലാം വെറുതെ വെച്ചിരിക്കുന്നതല്ല, ഇതിന് എല്ലാം പർപ്പസ്ഫുള്ളി വെച്ചിരിക്കുന്നത് തന്നെയാണ്. ഞാൻ കേട്ടിട്ടുണ്ട് ഡയറക്ടേഴ്സ് ഇനാക്ട് ചെയ്ത് കാണിക്കുക ആക്ടേഴ്സിൻ്റെ അടുത്ത്. അപ്പം അങ്ങനെ ഒരു പ്രോസസ്സ് ഫോളോ ചെയ്യുന്ന ഒരാളാണോ? അല്ല, ഞാൻ അങ്ങനെ കാണിക്കാറില്ല. പക്ഷെ അവർ ചെയ്യുന്ന പരിപാടിക്കകത്ത് നമുക്കത് കൃത്യമായിട്ട് നമുക്കറിയാം ഇവരെന്തൊക്കെ ചെയ്തിട്ടുള്ളവരാണെന്നൊക്കെ ഒരു ഏകദേശ ധാരണ നമുക്കുണ്ട്. എന്നാലും എനിക്കൊരു ധാരണ ഉണ്ടായിരുന്നു ഏതോ കഥാപാത്രങ്ങളും ഏത് രീതിയിലാണ് ഏത് മീറ്ററിലാണ് പോകേണ്ടത്. അപ്പോൾ അത് നമുക്കത് അല്ലാതെ തന്നെ കറക്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. ഇപ്പം എനിക്കൊന്ന് പ്രത്യേകിച്ച് ഇപ്പം ഞാൻ ഇവരുടെ കാര്യം മാത്രമല്ല, ജനറലി പലപ്പോഴും കൂടുതൽ നമുക്ക് ഇൻവോൾവ് ചെയ്യേണ്ട ഒരു സാധനം എനിക്ക് പേഴ്സണലി തോന്നിയത് ഡയലോഗ് ഡെലിവറിയിലെ ചില വേരിയേഷൻസ് പരിപാടിയിലൊക്കെയാണ്. ആ മോഡുലേഷൻസിലാണ് നമുക്ക് കുറച്ചും കൂടെ ഒരു ക്ലാരിറ്റി കൃത്യമായിട്ട് കൺവേ ചെയ്യേണ്ടതായിട്ട് വരുന്നതെന്ന് തോന്നുന്നു. അതങ്ങനെ ഞാനങ്ങനെ അഭിനയിച്ച് കാണിക്കാൻ ഇപ്പം എല്ലാവർക്കും പറ്റുന്നൊരു പരിപാടിയല്ലല്ലോ അത്. എന്നാലും ബേസിക്കലി നമുക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റും, അല്ലാതെ തന്നെ അങ്ങനെയാണ് ചെയ്തത്. ഇപ്പോൾ ഈ ക്രൈം ത്രില്ലേഴ്സൊക്കെ നമ്മൾ എഴുതുമ്പോഴും അതുപോലെ സംവിധാനം ചെയ്യുമ്പോഴും രണ്ട് ഫാക്ടേഴ്സ് ഉണ്ട്. കാരണം ഓരോ നിമിഷവും നമ്മൾ ആ ഓഡിയൻസിലേക്ക് അതിനൊരു പീക്ക് ലെവലിലേക്ക് കൊണ്ടെത്തിക്കണം. അതേപോലെ തന്നെ അടുത്ത് എന്താണ് സംഭവിക്കുന്നതെന്ന് പ്രിഡിക്റ്റ് ചെയ്യുന്ന ഓഡിയൻസ് ആണ് ഇപ്പോൾ ഉള്ളത്. സോ ഈ ഒരു ഫാക്ടേഴ്സൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് അത് എത്രമാത്രം ചലഞ്ചിങ് ആയിരുന്നു എഴുത്തും സംവിധാനവും? പിന്നെ ഇത് ഒരു ട്രിക്കി ആയിട്ടുള്ള ഒരു പ്രോസസ്സിങ് ആണ് ഇതിൻ്റെ പുറകിൽ. എന്തായാലും ഇപ്പം നമുക്കിപ്പോൾ നമ്മൾ കാണുന്ന സിനിമയുടെ ഇപ്പം നമ്മളിപ്പം ഒരു കഥ പറയുമ്പോൾ അതിനൊരു ആദ്യമധ്യാന്ത പൊരുത്തം മൊത്തത്തിലുണ്ടായിരിക്കണം. അതുപോലെ തന്നെ പടം ഒരു പോയിന്റ് തുടങ്ങി ഇങ്ങനെ ഗ്രാജുവലി പോയി അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ വേണമെങ്കിലും പറയാം. ഒരറ്റത്ത് നേരെ ഡയറക്റ്റായിട്ട് പറയാം, നോൺ ലീനിയറായിട്ട് പറയാം, വേണമെങ്കിൽ രണ്ടും കൂടെ മിക്സ് ചെയ്ത് പോകാം. ഇങ്ങനെ പല സാധ്യതകളുണ്ട്. അപ്പോൾ ഈ പറയുന്ന പോലെ കണ്ടുകൊണ്ടിരിക്കുന്ന മൊമെൻറ്റ്സിൽ നമ്മൾ എന്തുമാത്രം ഇൻഫർമേഷൻ കൊടുക്കണം, എന്തൊക്കെ ഹൈഡ് ചെയ്ത് വെക്കണം, അതൊരു ഒരു സിനിമാറ്റിക് ആ ഒരു മേക്കിംഗ് പ്രോസസ്സിനകത്ത് നമ്മൾ എടുക്കുന്ന ഡിസിഷനാണ്. അപ്പോൾ അതിൻ്റേതായ കുറച്ച് പരിപാടികളുണ്ട്. അപ്പോൾ അതിന് അതുപോലെ തന്നെ അതിൻ്റേതായ ഒരു വെല്ലുവിളിയുമുണ്ട്. ആ ഒരു മീറ്ററിങ് കറക്റ്റായിട്ട് കിട്ടുക എന്നുള്ളത്. അപ്പോൾ പ്രോസസ്സ് ഒരു എൻജോയ് ചെയ്ത് പോകുന്നൊരു സംഗതിയാണ്. അപ്പോൾ അതിൽ ആ വെല്ലുവിളി ഉണ്ടെങ്കിൽ പോലും അത് ഒരു ആസ്വദിക്കാൻ പറ്റുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നമുക്കിപ്പോൾ ഒരു പോയിന്റിൽ എന്ത് കൊടുക്കണം, എന്ത് കൊടുക്കരുത്, എന്ത് കൊടുക്കാതെ കൊടുക്കണം എന്നൊക്കെയുള്ള ഡിസിഷൻസ് അതിനകത്ത് വളരെ കൂടുതലായിട്ട് വരും. ബാക്കി മറ്റ് ജോണേഴ്സിനെക്കാളും കുറച്ചും കൂടെ കൂടുതലുണ്ടെന്ന് തോന്നി ഇതിൽ. അപ്പം അത് പക്ഷെ ആ പ്രോസസ്സിന് അതിൻ്റെ ഒരു രസമുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ ട്രൂ ഇൻസിഡൻസ് ഒക്കെ എടുക്കുമ്പോൾ പ്രത്യേകിച്ച് നമ്മൾ കുറിപ്പ് എഴുതിയ സമയത്താണെങ്കിൽ ഒരു കൊമേഴ്ഷ്യൽ എലമെൻറ്റും ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കളങ്കാവിലേക്ക് വരുമ്പോൾ അതെങ്ങനെയാണ് കൂടുതൽ അതിൻ്റെ സ്റ്റോറി ടെല്ലിങ് വരുന്നത്? കളങ്കാവലും ഈ പറയുന്നത് പോലെ ബേസിക്കലി ഇൻസ്പയർഡ് ഫ്രം ഒന്നിൽ കൂടുതൽ പിന്നെ റിയൽ സംഭവങ്ങളിൽ നിന്നാണെങ്കിൽ പോലും അൾട്ടിമേറ്റ്ലി പിന്നെ അത് ഒരു സിനിമാറ്റിക് സങ്കല്പത്തിലൂടെ ഒരു എക്സൈറ്റ്മെൻറ്റ് തോന്നിയിട്ടാണ് പരിപാടി ചെയ്യുന്നത്. അപ്പം അതിനെ എൻഹാൻസ് ചെയ്യുന്ന രീതിയിൽ മാത്രമേ അതിൽ നിന്ന് ഇൻഫർമേഷൻസ് എടുക്കുക എന്നുള്ള രീതിയിൽ അതിനെ അപ്രോച്ച് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ മനസ്സിൽ കാണുന്ന ആ ഒരു സിനിമ അതിനെ എങ്ങനെ ബെറ്റർ ആക്കാം എന്ന് മാത്രമേ ചിന്തിച്ചിട്ടുള്ളൂ. അത് റിയൽ ഇൻസിഡൻറ്റിൽ അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു എന്നുള്ളതിനെ പറ്റി ഒരു പരിധിക്കപ്പുറം ബോധർ ചെയ്യാൻ പോയിട്ടില്ല. അങ്ങനെ ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം എടുത്ത് ആവശ്യമുള്ള രീതിയിൽ പ്ലേസ് ചെയ്ത് നമ്മുടെ ഒരു പരിപാടി സെറ്റ് ചെയ്യുക, അങ്ങനത്തെ ഒരു രീതിയിൽ മാത്രമേ കോൺഷ്യസ് ആയിരുന്നുള്ളൂ. ഇപ്പോൾ ഫസ്റ്റ് ഡയറക്ടോറിയലായിരുന്നു. ഇപ്പം ക്യാപ്റ്റൻ ഓഫ് ദി ഷിപ്പാണ് ഡയറക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ക്രൂവിനെ എങ്ങനെയായിരുന്നു ശരിക്കും ഹാൻഡിൽ ചെയ്തിട്ടുണ്ടായിരുന്നത്? ക്രൂവിനെ ഇപ്പം ഓരോ സിനിമയിലും ഈ ഹാൻഡ്ലിങ് പരിപാടി ഡിഫറെൻ്റ് ആയിരിക്കും. ഇപ്പം നമുക്ക് എൻ്റെ പേഴ്സണൽ ഇതിൽ ഈ ഒരു സിനിമയിൽ നമുക്ക് അങ്ങനെ ബുദ്ധിമുട്ടുണ്ടായിരുന്ന ക്രൂ മെമ്പേഴ്സ് അങ്ങനെ ഇല്ലായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എല്ലാവരും അത്യാവശ്യം ഫ്രണ്ട്ലി ആയിട്ടും അല്ലെങ്കിൽ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ടീമിനെ തന്നെയാണ് കിട്ടിയത് ഭാഗ്യത്തിന്.
അപ്പോൾ അതുകൊണ്ട് അതൊരു വലിയൊരു ഹിമാലയൻ ടാസ്ക് ഒന്നും അല്ലായിരുന്നു. പ്രൊഡക്ഷൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും ഈ പറയുന്ന നമുക്ക് പിന്നെ ടെക്നിക്കൽ ടീം ആണെങ്കിലും അവരെല്ലാവരും അത്യാവശ്യം കൃത്യമായിട്ട് സിനിമ എന്താണെന്ന് മനസ്സിലാക്കി അതിനോട് ചേർന്ന് ഡെഡിക്കേറ്റ് ആയിട്ട് തന്നെയാണ് നിന്നത്. അപ്പോൾ അതിനകത്ത് ആ ഒരു ഏരിയയിൽ അങ്ങനെ ഭീകരമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടില്ല ഈ സിനിമയിൽ. അങ്ങനെ സപ്പോർട്ട് അവിടെ നിന്ന് ഉണ്ടായിരുന്നു. ഇപ്പോൾ എനിക്ക് ഇതിൽ പോസ്റ്റർ ഒരു റെഡ് ബാക്ക്ഗ്രൗണ്ടിൽ ഒരു ജീപ്പ്, പിന്നെ ഒരു സ്പൈഡർ, പിന്നെ 2 ഷൂസ്, പിന്നെ ഒരു മനുഷ്യൻ, പിന്നെ അതിൻ്റെ ഒരു ഷാഡോ വരുന്ന പോലെ, അതെന്താണ് ശരിക്കും ആ ഒരു എന്താണ് അത് ചില ഡീകോഡിങ്സ് ഒക്കെ ചിലർ ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്കത് ഒരു പരിധിക്കപ്പുറം കുറച്ച് ഇതെല്ലാം വെറുതെ വെച്ചിരിക്കുന്നതല്ല, ഇതിനെല്ലാം പർപ്പസ്ഫുള്ളി വെച്ചിരിക്കുന്നത് തന്നെയാണ്. അത് എന്താണ് ഓരോന്നും എനിക്ക് പറയാനായിട്ടുള്ള പരിമിതിയുണ്ട്. കാരണം അത് കുറെ കൂടെ സിനിമയായിട്ട് കണക്റ്റഡ് ആണ്. സിനിമയുടെ പ്രമേയമായിട്ടും സിനിമയുടെ പിന്നെ പറഞ്ഞു പോകുന്ന ചില കാര്യങ്ങളൊക്കെ ആയിട്ടും ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി കണക്റ്റഡ് ആണ് ഇതൊക്കെ. അപ്പം അത് ഇപ്പം എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു പരിമിതി ഉണ്ടെന്നാണ്. കാരണം പോസ്റ്റർ ഡിസൈൻസ് ഒക്കെ ഭയങ്കര ചർച്ചയായിക്കൊണ്ടിരിക്കുകയായിരുന്നു അതിൽ. ഇപ്പം മമ്മൂക്ക അല്ല ഈ പറയുന്ന എലമെന്റ്സ് ഒക്കെ പർപ്പസ്ഫുള്ളി വെച്ചിരിക്കുന്നതാണ്. സിഗരറ്റ് വെച്ചിരിക്കുന്ന ആ ഒരു മമ്മൂക്കയുടെ ഒരു ക്യാരക്ടർ, ആ ഒരു ക്യാരക്ടർ ഡെവലപ്പ് ചെയ്തപ്പം തൻ്റെതായിട്ടുള്ള രീതിയിൽ എത്രമാത്രം പോളിഷ് ചെയ്തിട്ടാണ് ആ ഒരു ക്യാരക്ടറിനെ ഡെവലപ്പ് ചെയ്തെടുത്തത്? അത് ബേസിക്കലി ആ ക്യാരക്ടറിന് ഒരു 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 ട്രൈറ്റ് ഉണ്ട്. അതിൻ്റെ ഒരു സ്വഭാവ സവിശേഷതകൾ വെച്ചിട്ടാണ് അതിനെ ഡിസൈൻ ചെയ്ത് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുപോയത്. ക്യാരക്ടർ എന്തോ ആയിക്കോട്ടെ, ഞാൻ ജനറലി പറയുന്നതാണ്. അപ്പം അതിനകത്ത് നമുക്കൊരു അഡീഷണലി ഒരു സംഗതി വരുന്നത് മമ്മൂക്ക ചെയ്യുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് അതിനകത്തൊരു പ്രത്യേക ഒരു എക്സൈറ്റ്മെൻറ്റ് വരും. അപ്പോൾ അതിനനുസരിച്ച് അദ്ദേഹം ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു രീതിയിൽ എങ്ങനെയായിരിക്കും ചെയ്യാൻ സാധ്യത ഉള്ളത് എന്ന് മനസ്സിൽ കണ്ടിട്ടാണ് നമ്മളതിനകത്ത് പിന്നെ റീറൈറ്റ് പരിപാടികളൊക്കെ ചെയ്തത്. അപ്പോൾ അതിന് അത് പാളിയിട്ടില്ലെന്നാണ് എനിക്ക് തോന്നിയത്. അതായത് മമ്മൂക്ക ചെയ്യുമ്പോഴത്തേനും നമുക്ക് സ്വാഭാവികമായിട്ട് നമുക്ക് ചില പരിപാടികൾ വരുമല്ലോ, അതിന് എന്തായാലും എൻഹാൻസ് ചെയ്യുന്ന രീതിയിലാണ് അത് ഫൈനൽ പ്രോസസ്സിങ്ങിൽ ഔട്ട്പുട്ടിലോട്ട് വന്നിട്ടുള്ളത്. ഇപ്പോൾ ലാസ്റ്റായിട്ട് 1 ലൈനിൽ സാറിൻ്റെ ലൈഫിനെ ഡിഫൈൻ ചെയ്യാൻ പറഞ്ഞാൽ എന്തായിരിക്കും? 1 ലൈനിൽ അങ്ങനെ ഞാൻ ചിന്തിച്ചിട്ടില്ല. ഞാനിങ്ങനെ ഏതോ ഒരു സമയത്താണ് ഇങ്ങനെ ഫിലിം മേക്കിങ്ങിനോടൊരു താല്പര്യം തോന്നി, അതിൻ്റെ പുറകെ പോകാമെന്ന് തോന്നി. അപ്പോൾ എന്തോ ഒരു ആത്മവിശ്വാസത്തിൻ്റെ പുറത്താണ് ഇറങ്ങി തിരിച്ചതും. അപ്പം ഇപ്പോൾ എല്ലാ ആസ്പയറിംഗ് ഫിലിം മേക്കേഴ്സിനും അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ ഒരുപാട് ടാക്കിൾ ചെയ്തിട്ട് വേണം പോകാൻ. അങ്ങനത്തെ ബുദ്ധിമുട്ടുകളാണ്. ബട്ട് അങ്ങനെ ഒരു ആത്മവിശ്വാസം പോകുന്ന ഒരു മൊമെൻറ്റ്സ് ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പം എനിക്ക് തോന്നുന്നു നമ്മുടെ കോൺഫിഡൻസ് കറക്റ്റാണ് എന്നെങ്കിൽ അതിനകത്ത് നിന്ന് കഴിഞ്ഞാൽ സക്സസ് ആകുമെന്ന് എനിക്ക് തോന്നുന്നു. നമ്മൾ റിലീസ് ഡേറ്റ് പ്ലാൻ ചെയ്തിട്ടുണ്ടോ? റിലീസ് ഡേറ്റ് കൃത്യമായ ഒരു കറക്റ്റ് ഒരു ഡിസിഷനിലോട്ട് എത്തിയിട്ടില്ല. പക്ഷേ പിന്നെ അധികം ഡിലേ വരത്തില്ല, കാരണം ഏതാണ്ട് ഫൈനൽ സ്റ്റേജിലാണ് പരിപാടികളൊക്കെ ഇരിക്കുന്നത്. ഇപ്പം നമ്മൾ ഒരുപാട് കുറച്ച് നാളായിട്ട് നമ്മൾ മിസ് ചെയ്യുന്ന ആണ് മമ്മൂക്കേനെ. കാരണം സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റായിട്ടോ ഒരു പിക്ചറായിട്ടോ നമ്മൾ ഒരുപാടായി മിസ് ചെയ്യുന്നു. സോ കളങ്കാവലിലൂടെ ഒരു ഗംഭീര വരവ് തന്നെ മമ്മൂക്ക സമ്മാനിക്കട്ടെ. അതേപോലെ ആസ് എ ഡയറക്ടർ ഇനിയും ഒരുപാട് നല്ല സിനിമകൾ ചെയ്യാൻ പറ്റട്ടെ. താങ്ക്സ് ഫോർ കമ്മിങ്. താങ്ക് യു സോ മച്ച്.